കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോൺ ഇന്ത്യുവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ചിന്തകൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. നാം ഈ ഓരോ വേദഭാഗങ്ങളും ചിന്തിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു 15-ാം അധ്യായം 1-ാം വാക്യം മുതൽ പറയുന്നതായ മുന്തിരിവള്ളി ശാഖകൾ, അതുപോലെ തോട്ടക്കാരനായ പിതാവായ ദൈവം എന്നുള്ള ഉപമ നിങ്ങൾ മറന്നുപോകരുത്. അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് വേണം ഈ ഓരോ വേദഭാഗങ്ങളും ചിന്തിക്കുവാൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 11-ാം വാക്യമാണ്. എന്നാൽ 10-ാം വാക്യം കൂടെ ഞാൻ പരാമർശിച്ചുകൊണ്ട് ഇന്നത്തെ വചനധ്യാനത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. കർത്താവ് യേശുക്രിസ്തു തൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മളോട് വിവരിക്കുവാൻ താൻ എടുത്തിരിക്കുന്നതായ ഉദാഹരണം എന്ന് പറയുന്നത് പിതാവായി ദൈവം തന്നെ എങ്ങനെയാണ് സ്നേഹിച്ചത്, അതേപോലെ തന്നെയാണ് ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞു, കർത്താവ് യേശുക്രിസ്തു എങ്ങനെയാണ് തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിച്ചതെന്ന് നമുക്ക് തിരുവചനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് പിതാവായി ദൈവം പുത്രനായ യേശുവിനെയും സ്നേഹിച്ചത്. അപ്പോൾ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എന്താണെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അത് അളക്കുവാൻ കഴിയത്തില്ല എന്നുള്ളത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്നുള്ളതും അപ്പോസ്തലനായ പൗലോസ് വളരെ അടിവരയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന ഭാഗം 11-ാം വാക്യമാണ്. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. യേശു എന്തുകൊണ്ടാണ് നമ്മളോട് ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ, അത് യേശു വ്യക്തമായി പറയുന്നു, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും. ഞാൻ ഈ വേദഭാഗങ്ങൾ ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നതായ ഒരു ചിന്ത ഇപ്രകാരമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വസിക്കാതെയും ദൈവത്തെ അനുസരിക്കാതെയും ഇരിക്കുന്നതായ ഒരു ക്രിസ്ത്യാനി ഈ ലോകത്തിലെ ഏറ്റവും അരിഷ്ട മനുഷ്യരിൽ ഒരുവനാണ്. അവൻ്റെ ജീവിതം വളരെ ദുരിതപൂർണമായി തീരും. കാരണം അവൻ മനസ്സിലാക്കുന്നു, പാപത്തിൽ ജീവിക്കുന്നതും പാപത്തിൻ്റെ സുഖസൗകര്യങ്ങളെ അനുഭവിക്കുന്നതും തെറ്റായ കാര്യമാണെന്ന് താൻ ചിന്തിക്കുന്നു. അതേസമയം തന്നെ താൻ ദൈവത്തെ അനുസരിക്കാതെ യേശുവിൻ്റെ സ്നേഹത്തിൽ വസിക്കാതെ അവൻ ജീവിക്കുമ്പോൾ ഇത് രണ്ടും അവന് ലഭ്യമല്ലാതിരിക്കുന്നതായ ഒരവസ്ഥയായിരിക്കും അവൻ്റെ മനുഷ്യജീവിതം എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ പറയട്ടെ, അനേക ക്രിസ്ത്യാനികളും ഇങ്ങനെയുള്ളവരാണ്. അവർ പാപത്തെ വേണ്ടവണ്ണം ആസ്വദിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. അതേസമയം തന്നെ ദൈവസ്നേഹത്തിൽ വസിച്ചുകൊണ്ട് ദൈവവചനത്തെ പ്രമാണിച്ചുകൊണ്ട് ഒരു വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാനും അവർക്ക് സാധിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നല്ലോ, ശീതവാനും ഉഷ്ണവാനും അല്ലാത്തതായ അവസ്ഥ, ശീതോഷ്ണവാനായ അവസ്ഥ. എന്താ കർത്താവ് പറയുന്നത്? ഞാൻ എൻ്റെ വായിൽ നിന്നും അവരെ ഉമിണ്ണുകളയും. ഈ സ്വർഗീയ പ്രകാശനം ആസ്വദിച്ചവരായ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കർത്താവ് യേശുക്രിസ്തുവോട് പറയുന്നത്. യേശു പറയുന്നു, 10-ാം വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചതുപോലെ, എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വസിക്കണമെങ്കിൽ നാം അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചേ മതിയാവുകയുള്ളൂ. ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന കാര്യം നമുക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണല്ലോ. എന്നാൽ ഫ്രണ്ട്ഷിപ്പിൽ അനുസരണയുണ്ടോ? അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. ഒരാൾ പറയുന്നത് മുഴുവനും അനുസരിച്ചുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ. പക്ഷേ കർത്താവ് ഇവിടെ പറയുന്നതായ ഒബീഡിയൻസ്, അനുസരണം എന്ന് പറയുന്നത് അവനോടുള്ള സ്നേഹത്തിലുള്ള അനുസരണമാണ്. നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവെന്താണ്? ഒരു മകൻ അല്ലെങ്കിൽ മകൾ പറയുകയാണ്, അപ്പനും അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമില്ല, കാരണം ഞാൻ ചോദിച്ചതൊന്നും അപ്പനും അമ്മയും എനിക്ക് തന്നിട്ടില്ല അല്ലെങ്കിൽ തരുന്നില്ല. തിരിച്ച് അപ്പനും അമ്മയും മക്കളെക്കുറിച്ച് പറയുന്നുണ്ട്, എനിക്ക് അവരോട് സ്നേഹമുണ്ട്, പക്ഷേ അവർ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല. ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് പേരൻ്റലായിട്ടുള്ള ബന്ധമാണ്. അതിൽ സ്നേഹവുമുണ്ട്, അനുസരണവുമുണ്ട്. ഇതേപോലെ തന്നെയാണ് ദൈവത്തിൽ നമുക്കുള്ളതായ കാര്യം. നാം അവനെ സ്നേഹിക്കുമ്പോൾ തന്നെ നാം അവനെ അനുസരിക്കണം. ലോകത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല നമുക്ക് കർത്താവ് യേശുക്രിസ്തുവുമായിട്ടുള്ളത്.
മുന്നോട്ട് കടന്നു വരുമ്പോൾ നമ്മൾ ആ ഭാഗങ്ങളൊക്കെ ചിന്തിക്കാനിടയായി തീരും. അത് വളരെയധികം ഡീപ്പായിട്ടുള്ള ദൈവിക സന്ദേശങ്ങളാണ്. യേശു ആഗ്രഹിക്കുന്ന എന്താണ്? നാം അവൻ്റെ വചനങ്ങളെ പ്രമാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്നേഹത്തിൽ വസിക്കാൻ കഴിയത്തുള്ളൂ. നാം 11-ാം വാക്യത്തിൽ കണ്ടതുപോലെ എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും. എന്താണ് യേശുക്രിസ്തുവിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്? നമ്മൾ സാധാരണയായിട്ട് സന്തോഷം എന്ന് ഉദ്ദേശിക്കുന്ന സന്തോഷമല്ല യേശുവിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. യേശുവിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് അവൻ പിതാവിൽ വസിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ പിതാവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നതിലൂടെ തനിക്ക് ലഭിച്ചതായ ആ സന്തോഷമാണ്. ഈ കാര്യം കർത്താവ് യേശുക്രിസ്തു പറയുമ്പോൾ ആ ശിഷ്യന്മാരാരും അതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ ചോദിച്ചില്ല. നമുക്കറിയാം, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ തന്നെ അവർക്ക് മനസ്സിലാകാത്ത കാര്യം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചിരുന്നു. പക്ഷേ ഇവിടെ ചോദ്യം വന്നില്ല. ഞാൻ ചിന്തിക്കുന്നു, ഈ ശിഷ്യന്മാർ വിചാരിച്ചത് ഈ ലോകപ്രകാരമുള്ള സന്തോഷത്തെക്കുറിച്ചാണ് എന്നുള്ളതാണ്. പക്ഷേ യേശു അതല്ല ഉദ്ദേശിച്ചത്. യേശു ഉദ്ദേശിച്ചത് പിതാവിൽ വസിക്കുന്നതിലൂടെ ലഭിക്കുന്നതായ ആ സന്തോഷമാണ്. എന്താണ് സന്തോഷമെന്ന് പറയുന്നത്? റൈറ്റ് റിലേഷൻഷിപ്പിൽ ലഭിക്കുന്നതായ സന്തോഷം. ഈ ഒരു സന്തോഷം നമ്മളുടെ ജീവിതത്തെ കൂടുതൽ പ്രകാശപൂരിതമാക്കി തീർക്കും. അതാണ് യേശു അനുഭവിച്ചതായ സന്തോഷം. വിഷമിക്കുവാൻ ധാരാളം കാര്യങ്ങൾ യേശുവിനുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ യേശു അനുഭവിച്ച റിജക്ഷനുകൾ, അതേപോലെ തന്നെ യേശു കടന്നുപോയ നിന്ദകൾ, അപമാനങ്ങൾ, ഇവയിലെല്ലാം തന്നെ നിരാശപ്പെടുവാനും അസന്തുഷ്ടിയോടുകൂടി ഇരിക്കാനും യേശുവിന് ധാരാളം അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ യേശു ഒരിക്കലും അസന്തുഷ്ടനോ നിരാശനോ ദുഃഖിതനോ അല്ലായിരുന്നു. കാരണം പിതാവിനോടുള്ള ആ റൈറ്റ് റിലേഷൻഷിപ്പ്, ശരിയായിട്ടുള്ള ബന്ധം യേശുവിന് കൊടുത്തതായ സന്തോഷം എന്ന് പറയുന്നത് വർണ്ണിക്കാനാവാത്തതാണ്. ഇതേപോലെ തന്നെയാണ് നാം കർത്താവ് യേശുക്രിസ്തുവിൽ വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ സന്തോഷം. അത് നമുക്ക് ലഭിക്കുന്നത് ശരിയായ ബന്ധത്തിലൂടെയാണ്. ശരിയായ ബന്ധമെന്ന് പറയുന്നത് കീപ്പിംഗ് ഹിസ് കമാൻഡ്മെൻറ്റ്, അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവ് ഈ വചനങ്ങൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മളിൽ ആ യേശുവിൻ്റെ സന്തോഷം, യേശു അനുഭവിച്ചതായ സന്തോഷം നമ്മളിൽ ഇരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് എത്ര പേർക്ക് ഈ ഒരു വചനത്തിനു മുമ്പാകെ തങ്ങളെ തന്നെ സമർപ്പിക്കാൻ ആഗ്രഹമുണ്ട്? നാം മുമ്പ് പറഞ്ഞതുപോലെ ഇന്ന് പല ക്രിസ്ത്യാനികളും കടന്നു പോകുന്നതായ ആത്മീയ അനുഭവങ്ങളല്ല നമ്മളായിരിക്കേണ്ടത്. ഈ ലോകത്തെയും അതിൻ്റെ പാപത്തിൻ്റെ സന്തോഷത്തെയും അനുഭവിക്കുവാൻ കഴിയാതെ, അതേസമയം തന്നെ കർത്താവ് യേശുക്രിസ്തുവിൽ വസിക്കാനും അവൻ്റെ കൽപ്പനകളെ പാലിക്കുവാനും കഴിയാതെ, ആ വിശുദ്ധിയിലേക്ക് പോകുവാൻ കഴിയാതിരിക്കുന്ന ആളുകളെ പോലല്ല, മറിച്ച് പൂർണ്ണമായിട്ടും കർത്താവ് യേശുക്രിസ്തുവിൽ വസിച്ച് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിച്ചാൽ നമുക്ക് ലഭിക്കുന്ന സന്തോഷമെന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കുവാൻ ഇടയായിത്തീരും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ ദിവസം ഞങ്ങൾക്ക് ലഭിച്ചതായ ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. വാസ്തവമായിട്ടും അങ്ങയുടെ സന്തോഷം ഞങ്ങളിലിരിക്കുവാൻ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതായി ഈ വചനങ്ങൾക്കായി സ്തോത്രം. ഈ വചനത്തെ അതേപടി പാലിക്കുവാനും അനുസരിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്നെന്നെ കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും അവർ ഓരോരുത്തരും നിറയപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേ ആമേ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.